ചെറുപുഴ ഇടവക ദേവാലയത്തിലെ ദൈവജനം ഒരു കുടുംബമായി കൊണ്ട് ഒന്നിച്ച് നമ്മൾ അപ്പമറിക്കൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭക്തിപൂർവ്വം നമുക്ക് ഈ അപ്പമറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്തായ പെസഹ അപ്പമറിക്കൽ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവമേ, ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഈജിപ്തിലൂരമായി നിരക്ഷിച്ചുവല്ലോ. ഈ മാസം 11-ാം തീയതി നിങ്ങൾ ഒരാടിനെ പരിഗണിക്കണം. കൈപ്പുള്ള സസ്യം കൂട്ടി പൊളിക്കാത്ത അപ്പവും നിങ്ങൾ ഭക്ഷിക്കണം. അരമുറക്കിയും ചെരുപ്പ് ധരിച്ചും കയ്യിലൊരു വടി പിടിച്ചും അതിവേഗത്തിലും ഭക്ഷിക്കണം. എന്നാൽ അത് കർത്താവിന്റെ പെസഹയാകുന്നു എന്ന് ഇസ്രായേൽക്കാർ കൽപ്പിച്ചുകൊണ്ട് പെസഹ ആഘോഷിക്കാത്ത ദേശം നൽകിയ ദൈവമേ, ഞങ്ങൾ ഈ പെസഹാഭവനത്തിൽ അംഗസംബളിതനാകണമേ. എല്ലാവരും അങ്ങയുടെ മക്കളാണെന്നും ഇടവയാകുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള അവബോധം ഞങ്ങൾ വളർത്തണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും നിങ്ങൾ രക്ഷിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യൂ. ഭയമായിരുന്നു. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയും മേഘവിരിപ്പ് കൊണ്ട് അവർക്ക് തണലേകി അഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്യൂ. അവർ ചോദിച്ചപ്പോൾ സ്തുതിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. കൂടി അത് ഒഴുകിപ്പോയി. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയും തോൽജിത വാഗ്ദാനം അനുസരിച്ച് തന്റെ പരസ്പര ജനത്തെ അവിടുന്ന് നയിച്ചു. പെസഹ കുഞ്ഞാടിനെ ബലി ചെയ്യേണ്ടിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ വന്നു ചേർന്നു. ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവൻ. അവർ അവിടുത്തോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ കാണും.
അയാൾ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങളും പോകുവിൻ. ആ വീട്ടുടമസ്ഥനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് കൂടെ പെസഹ ഭക്ഷിക്കുന്നുള്ള സൽക്കാരം മുറി എവിടെയാണെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവിൻ. സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അയാൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ ഒരുക്കുവിൻ. അവർ പോയി അവിടുന്ന് പറഞ്ഞതുപോലെ കാണുകയും പെസഹ ഒരുക്കുകയും ചെയ്തു. അനന്തരം അവിടുന്ന് അപ്പമെടുത്ത് കരുണാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അവിടുന്ന് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ ഉടമ്പടിയാകുന്നു. അപ്പം എടുത്ത് വാഴ്ത്തിക്കൊണ്ട് അതിനെ അങ്ങനെ തിരുശരീരവും മുന്തിരിരസം നിറച്ച കാസ എടുത്ത് വാഴ്ത്തിക്കൊണ്ട് അതിനെ അങ്ങനെ രക്തവുമാക്കി മാറ്റിയ കർത്താവേ, ഞങ്ങളെ ഈ ശുശ്രൂഷയിൽ സംപ്രീതനാകണമേ. പെസഹാദനത്തിന് ഒരുങ്ങുന്ന ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ അപ്പവും പാലും കരുണാപൂർവം ആശീർവദിക്കണമേ. ഇതിൽ പങ്കുചേരുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിലൊന്നായി ഭവിക്കട്ടെ. ഇതിൽ നിന്ന് അനുഭവിക്കുന്നവരെ സന്തോഷവും സംതൃപ്തിയും കൊണ്ട് നിറയ്ക്കുകയും എല്ലാ പൈശാചിക ബാധ വിമോചിപ്പിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Gracias.